കറിയാണ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ വീഡിയോ ആണ് ഇന്നിടുന്നത്. അതിനായിട്ട് ഞാനൊരു 1/2 kg മട്ടനാണ് ക്ലീൻ ചെയ്തിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കുക്കറിലോട്ടേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലോട്ടേക്ക് നമ്മൾ സ്പൈസായ പട്ട, ഗ്രാമ്പൂ, ഏലക്ക അതൊക്കെ കുറച്ചിട്ട് കൊടുക്കാം. അതിനുശേഷം ചെറുതായിട്ട് ചെറിയൊരു തീയിൽ വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലോട്ടേക്ക് ഇട്ട് കൊടുക്കുന്നത് മുറിച്ച് വെച്ച സവാളയാണ്. നേരത്തെ സ്ലൈസായിട്ട് മുറിച്ച് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ടത് വഴറ്റിയെടുക്കണം. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നന്നായിട്ടത് വഴറ്റി കൊടുക്കാം. നല്ല ടേസ്റ്റുള്ള കറിയാണ്. വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ഗീ റൈസിൻ്റെ കൂടെ ആയാലും നോർമൽ റൈസിൻ്റെ കൂടെ ആണെങ്കിലും അതേപോലെ ചപ്പാത്തീൻ്റെ കൂടെയൊക്കെയാണ് നല്ല ടേസ്റ്റാണ് ഈ കറി. നല്ല കുറുകി വരും ഈ കറി. ഞാനിത് ഫസ്റ്റ് ടൈമാണ് ഇത് ഉണ്ടാക്കി നോക്കുന്നത്. പക്ഷെ നല്ല അടിപൊളിയായിട്ട് വന്നു. ഇനിയിപ്പോൾ ഇതിലോട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഞാൻ വഴറ്റിയെടുക്കുന്നുണ്ട്. ഇത് നന്നായി വഴന്ന് വരേണ്ട ആവശ്യമൊന്നുമില്ല. അതിൻ്റെ ജസ്റ്റ് സവാളേൻ്റെ കളറൊന്ന് പിങ്ക് കളർ മാറി ഒരു വൈറ്റ് ട്രാൻസ്പെറൻറ്റ് കളറായാൽ മതി. അല്ലാതെ അധികം നമ്മൾ ബിരിയാണിക്കൊക്കെ ഉണ്ടാക്കുന്ന പോലെ നന്നായി വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഇത് ഉണ്ടാക്കിയെടുക്കാനും എളുപ്പമാണ്. പിന്നെ അതിലോട്ടേക്ക് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒന്നുകൂടി നമുക്ക് നന്നായിട്ട് ഇളകി കൊടുക്കാം. പിന്നെ ഇട്ട് കൊടുക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ്. ഇതൊക്കെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. എങ്ങനെ അളവ് അങ്ങനെയൊന്നും നോക്കിയിട്ടില്ല. തോന്നുന്നത് കുറച്ച് ഇട്ട് കൊടുക്കാം. പിന്നെ മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി ഒരു 2 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് നന്നായിട്ട് ഒന്നും കൂടി ആ മസാലയൊക്കെ, പിന്നെ കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്കത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. മസാലയും സവാളയും ഒക്കെ നന്നായിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. പിന്നെ കുറച്ച് പെരുംജീരകം, വലിയ ജീരകം അത് പൊടിച്ചതും കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതൊക്കെ നന്നായിട്ട് നമുക്കൊന്ന് ചെറിയ തീയിൽ റോസ്റ്റ് ചെയ്തെടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, പെരുംജീരകം ഇത്രയും പൊടികളാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നല്ലൊരു മസാലേൻ്റെ നല്ല പച്ചമണം മാറി നല്ലൊരു സ്മെല്ല് വരും ഇങ്ങനെ ചെറിയ തീയിൽ ചൂടാക്കി എടുക്കുമ്പോൾ. ആവശ്യത്തിന് അധികം ഡ്രൈ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഇതിലോട്ടേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ സമയം കൊണ്ട് നല്ല പഴുത്ത 1-2 തക്കാളി മുറിച്ച് കട്ട് ചെയ്ത് വെക്കണം. നല്ല ജ്യൂസി ആയിട്ടുള്ള തക്കാളി എടുത്ത് മുറിച്ച് വെക്കണം. പിന്നെ നമുക്ക് വേണ്ടത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടിയാണ്. ഇതൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഉള്ളിയും മസാലയൊക്കെ നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. എല്ലാം അതിലോട്ടേക്ക് മിക്സായിട്ട് നല്ലതായിട്ട് വന്നിട്ടുണ്ട്.
ഇത് മസാല അടിക്ക് പിടിക്കുന്നത് പോലെ തോന്നും, പക്ഷെ അത് നമുക്ക് തക്കാളിയും മീറ്റൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ പിന്നെ അത് ഇളകി വന്നോളും. അതധികം വലിയ പ്രശ്നമാക്കേണ്ടതാ. ഇനി തക്കാളിയും കൂടി ഇടുമ്പോൾ അതൊക്കെ ഇളകി വന്നോളും. ഇത് 2 തക്കാളിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതും കൂടി നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ തക്കാളി ചൂടാക്കുക. തക്കാളി പെട്ടെന്ന് ഉടഞ്ഞ് കിട്ടും. പിന്നെ ഇതിലോട്ടേക്ക് ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് തക്കാളിയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റൊക്കെ നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക ഈ ടൈമിൽ തന്നെ. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. തക്കാളിയുടെ ആ ജ്യൂസ് തന്നെ ഇറങ്ങിയിട്ട് നല്ലതായിട്ട് സെറ്റായിട്ട് വരും. മട്ടണിൽ നിന്ന് പിന്നെ നല്ലോണം വെള്ളം ഇറങ്ങും. അതുകൊണ്ട് വെള്ളത്തിൻ്റെ ആവശ്യം അത്രയില്ല. അഥവാ വെള്ളം ചേർക്കുന്നുണ്ടെങ്കിൽ നല്ല തിളച്ച ചൂടുവെള്ളം തന്നെ ചേർക്കാൻ ശ്രദ്ധിക്കണം. അതിലോട്ടേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു. പിന്നെ അതിലോട്ടേക്ക് കഴുകി വെച്ച മട്ടണും കൂടി ആഡ് ചെയ്തു. എന്നിട്ട് ഇതുപോലെ നന്നായി ഇളക്കി മട്ടൻ്റെ എല്ലാ ഭാഗത്തേക്കും യോജിപ്പിച്ച് എടുക്കാം. പിന്നെ ആവശ്യത്തിന് കുറച്ച് അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല തിളച്ച ചൂടുവെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ഒന്നും കൂടി മിക്സാക്കി എടുക്കാം. നന്നായി മിക്സാക്കി എടുക്കുന്നുണ്ട്. പിന്നെ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് കുക്കറിൻ്റെ മൂടി അടച്ചിട്ട് ഒരു 4-5 വിസിലടുപ്പിക്കുക. അത് ഓരോരോ മട്ടൻ്റെ വേവ് അനുസരിച്ചിരിക്കും. ഞാൻ ഒരു 3-4 വിസിൽ അടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ നല്ല തിക്ക് ഗ്രേവി ആയിട്ട് കറി വന്നു. ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കാം. ഉപ്പ് എരിവൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് വേണ്ടുന്നത് പോലെ ആവശ്യത്തിന് എല്ലാം ചേർത്ത് കൊടുക്കാം. വെള്ളം കുറവായതുകൊണ്ട് കുറച്ചുകൂടി വെള്ളം ചേർത്തിട്ട് കുക്കർ അടച്ചു വെച്ചിട്ട് 4 വിസിൽ. അതേപോലെ തന്നെ ഫ്ലെയിം ഹൈ ഫ്ലെയിമിലിടാൻ പാടില്ല. കുറച്ച് നോർമൽ ടു ലോ ഫ്ലെയിമിലാണ് വേണ്ടത്. ഒരു ലോ ഫ്ലെയിം തൊട്ട് മീഡിയം ഫ്ലെയിം വരെ വെച്ചിട്ട് ഒരു 4 വിസിലാണെങ്കിൽ കറി നല്ല ഗ്രേവിയൊക്കെ നന്നായിട്ട് സെറ്റായിട്ട് വരും. അഥവാ വേവ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി വിസിലടുപ്പിച്ചാൽ മതി. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ വെള്ളം പെട്ടെന്ന് വറ്റി ഇത് അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ തന്നെ മാക്സിമം വെക്കാൻ ശ്രദ്ധിക്കുക. നാല് വിസിലടിച്ച് വന്നിട്ട് ഇങ്ങനെയാണ് ഉണ്ടായത്. നന്നായി മട്ടൺ വെന്ത് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഞാനത് വേറൊരു പാനിലോട്ടേക്ക് മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാൻ വിചാരിച്ചു. അതുകൊണ്ടിപ്പോൾ വേറൊരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലോട്ടേക്ക് കുറച്ച് കുഞ്ഞുള്ളിയാണ് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നത്. കുഞ്ഞുള്ളി വറുത്തിടാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ് കുഞ്ഞുള്ളി ഇട്ട് കൊടുത്താൽ. അഥവാ ഇല്ലെങ്കിൽ വലിയ സവാള ആയാലും കുഴപ്പമില്ല. ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നമുക്കിത് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിൻ്റെ കളറൊക്കെ മാറിയിട്ട് നല്ല ബ്രൗൺ കളർ ആകുന്ന വരെ നമുക്ക് വെക്കാം. ഒരു വറ്റൽമുളകും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ കറിക്ക് വേറെ തന്നെ ഒരു ഫ്ലേവർ കിട്ടും. നമ്മൾ ആ ഉള്ളിയുടെ ഇതുപോലെ ബ്രൗൺ കളറായിട്ട് വറുത്തിടുമ്പോൾ വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്ക് നമ്മളെ മട്ടൺ കറി
ഇതിലേക്ക് ഒഴിച്ചെടുത്തിട്ട് നന്നായിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നന്നായിട്ട് ഇത് കുറുക്കിയെടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെക്കാനേ പാടില്ല, മീഡിയം ടു ലോ ഫ്ലെയിം. പിന്നെ അതിലോട്ടേക്ക് കുറച്ചുകൂടി പെരുംജീരകത്തിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. തന്നെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല തിക്ക് ഗ്രേവിയാണ്, നല്ല ടേസ്റ്റാണ്. ഇതെന്തായാലും ട്രൈ ചെയ്ത് കൊടുക്കണം.